അല്ല കൂട്ടുകാരെ, അപ്പോൾ ഇതെന്താണെന്നറിയുമോ? ഇതാണ് എൻ്റെ ഇന്നത്തെ പരിപാടി. അതായത് കുറേ നമ്മളെ ഇന്നലെ മെഞ്ഞാന്നൊക്കെ മെനിഞ്ഞാന്ന് ഞാൻ ചെയ്തു വെച്ച പണിയുടെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ പുറകെ വശത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പം കുറച്ച് എന്താ പറയുക, ഇങ്ങനെ വെയിലിൻ്റെ ചൂട് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വേഗം പൊളിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പൂപ്പലൊക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അപ്പോൾ രാവിലെ ചെയ്ത് ചായ കുടിച്ചതിന് ശേഷമാണ്, ബാക്കി കുറച്ച് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. നല്ല വെയിൽ വരുന്നതിനെക്കാട്ടും മുമ്പിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്തിട്ട് രക്ഷപ്പെടാം. അപ്പോൾ രാവിലെ ചെയ്തതെന്ന് വെച്ചാൽ റോഡിൻ്റെ വശത്ത് വാഹനങ്ങളൊക്കെ പോകുന്നതിന് മുമ്പിട്ട് കുറച്ച് ഇതുപോലെ പൂപ്പൽ പോക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇത് നമുക്ക് വേഗം അങ്ങ് തീർക്കാം അല്ലേ? അപ്പോൾ അതൊന്ന് കാണാമല്ലേ? ഞാൻ ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണണ്ടേ, എൻ്റെ കൂട്ടുകാർക്ക് കാണണ്ടേ? അപ്പോൾ അതൊന്ന് കണ്ടാലോ? ഓക്കെ, ഇതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. കണ്ടോ, ചുമരൊക്കെ ഒരുവിധം നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട് ചെയ്തപ്പോൾ. പക്ഷേ കൈയുടെ വേദന, ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കൈയുടെ വേദന വരിക. അപ്പം നല്ല തൈലമൊക്കെ പുരട്ടി കിടക്കണം. പക്ഷെ നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൈക്കൊന്നും അങ്ങനെ വേദന ഉണ്ടല്ലോ. നമ്മൾ കുറേ ആയില്ലേ ഇത് ചെയ്യാത്തത്. ഈ പണി അങ്ങനെ ചെയ്യല്ലേ. ഇപ്രാവശ്യം നല്ല മഴയില്ലേ, കുറേ എന്താ പറയുക, ഈ മാസം ഒക്കെ മഴയുണ്ട്. മഴ നിൽക്കേണ്ട സമയത്തൊക്കെ ഈ കൊല്ലം നല്ല മഴ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നല്ല തകൃതിയായി പെയ്ത മഴയുടെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെ നല്ലവണ്ണം പൂപ്പൽ പിടിച്ചത്. അല്ലാണ്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാകാറില്ല പൂപ്പൽ. ഇങ്ങനെയൊന്നും നമുക്ക് പണി തരുത്തില്ല. പക്ഷേങ്കിൽ ഇപ്രാവശ്യം നല്ലവണ്ണം പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം കാണാം അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് പിന്നെ അടിച്ച് ഇതാ കങ്ങിൻ്റെ ചോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ പൊടിയൊക്കെ. അപ്പം നല്ലോണം കംപ്ലീറ്റ് വൃത്തിയായിട്ടുണ്ട്. സൂപ്പറായിട്ടില്ല?